അഡ്വക്കേറ്റ് രഞ്ജിത്ത്, ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലൊക്കെ അങ്ങ് പങ്കെടുത്തിരുന്നതാണ്. ഇപ്പോൾ ബെയിലിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണ്. ഈ കേസ് ഏത് നിലയ്ക്ക് മുന്നോട്ട് പോകും? ഷാമിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് അറിയിക്കുന്നത്. ഇതിന്റെ ഒരു സാധ്യത എങ്ങനെ മുന്നിൽ കാണുന്നു? അല്ല, കഴിഞ്ഞ ദിവസം തന്നെ മാതൃഭൂമിയുടെ തന്നെ ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഷാമിലിക്ക് എന്തൊക്കെയാണോ നിയമ സംവിധാനത്തിന് കിട്ടുന്നതിന്റെ നീതി, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാള് ഏറ്റവും അവസാനമായിട്ട് കോടതി പ്രഖ്യാപിക്കുന്നത് വരെ അയാളൊരു കുറ്റാരോപിതൻ മാത്രമാണ്. അതാണ് നിയമ സംവിധാനത്തിൽ നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും അത് ഷാമിലിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഷാമിലി ആരാണോ മർദ്ദിച്ചത് അദ്ദേഹത്തിനും ഒക്കെ തന്നെ അത് ബാധകമാണ്. അപ്പൊ ആ ഒരു തീർച്ചയായിട്ടും കോടതികൾ ആ ഒരു കൽപ്പിക്കുന്നത് വരെ അവിടെ എന്ത് നടന്നു എന്ന് ഷാമിലി പറയുന്ന വാക്കുകളിലാണ് നമ്മളെല്ലാവരും തന്നെ വിശ്വസിച്ച് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. അതുപോലെ ബാർ അസോസിയേഷൻ നടപടിയെടുത്തു, അതുപോലെ ബാർ കൗൺസിൽ നടപടിയെടുത്തു. ഈ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ തീർച്ചയായിട്ടും ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോയതിൽ ഷാമിലി തന്നെ പറഞ്ഞു, ഞാൻ എന്താണോ എനിക്കുണ്ടായ ഗ്രീവൻസിൽ, ആ ഗ്രീവൻസിൽ ഞാൻ ഇതുവരെയുള്ള നടപടികളിൽ ഞാൻ തൃപ്തനാണ്, എനിക്ക് നീതി കിട്ടി, തൃപ്തയാണ്, എനിക്ക് നീതി. പരാതിക്കാരിയുടെ ഒരു ഇതല്ലോ നിയമപരമായി അത് പൂർണ്ണമായ ഒരു നീതി നടപ്പാക്കുക എന്ന നിലയ്ക്ക് ആ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. വളരെ നന്ദി അഡ്വക്കേറ്റ് രഞ്ജിത്ത് പ്രതികരിച്ചതിന്.